ഈ ജിഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിഷിൻ നല്ലൊരു ഒരുമിച്ച് അഭിനയിച്ച ആളാണ്, ഒരുപാട് കാലം അല്ലെ ഓട്ടോഗ്രാഫില് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന അതെ ഒരാളാണ്. അതെ അതെ പുള്ളി ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് നമ്മള് ഇപ്പൊ സീരിയലിൽ കണ്ട പുള്ളിയെ അല്ല ബിഗ് ബോസിൽ പോയിട്ട് കാണുന്നത്. ഒന്നതിലും ഞാൻ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജിഷിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി ഞാനല്ല. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം കിട്ടിയിട്ട് വേണ്ട ജിഷിൻ ജീവിക്കാനായിട്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുകയും ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അത് നല്ലതും ചീത്തയും ആയിക്കോട്ടെ, അത് എൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു സൗഹൃദം എങ്ങനെയാണ് ജിഷിനുമായിട്ടുള്ള? നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്, സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. എൻ്റെത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് എനിക്കൊരു നല്ല സുഹൃത്ത് തന്നെയായിരുന്നു, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ. എങ്ങനെയാണ് ഇങ്ങനെ ഫിലോസഫിക്കലായി സംസാരിക്കാൻ പറ്റുന്നത്? ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത്. സൂര്യ, നമുക്കൊരാളെക്കുറിച്ച് അപവാദം അല്ലെങ്കിൽ നമുക്കൊരാളെക്കുറിച്ച് ഇപ്പം എനിക്ക് സൂര്യയെക്കുറിച്ചൊരു നാളെ ഞാനൊരു പോസ്റ്റ് ഇടാം. ഞാൻ ഇപ്പം സൂര്യയെക്കുറിച്ച് എന്ത് വേണം എനിക്ക് പറയാം, അല്ലാന്ന് സൂര്യ എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ മുറിയിൽ ഞാൻ സൂര്യയെക്കുറിച്ച് എനിക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സൂര്യയിൽ നിന്ന് ഇങ്ങനെ, എനിക്ക് വളരെ എളുപ്പമാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കോടതിയിൽ പോലും നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അന്യായം ഫയൽ ചെയ്തു എന്നാണ് പറയുന്നത്. ന്യായം പിന്നീട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, അത് തീർപ്പാക്കുന്നത് കോടതിയാണ്. ഇത് നമ്മൾ മനുഷ്യൻ്റെ മനസ്സുകളിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടിടുന്നത്. അവിടെ ന്യായം അന്യായം ഒന്നുമില്ല, ഒരു ആനന്ദം മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ സൂര്യയെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ളൊരു വാർത്ത ഞാൻ പറയുമ്പോൾ അത് കേട്ട് രസിക്കാനും കുറച്ച് ആൾക്കാർ, സൂര്യ നന്നായിട്ട് അറിയുമ്പോൾ ആ സൂര്യ ഒരു വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ ഈ ലോകത്തുള്ളൂ. ഇപ്പം തൽക്കാലം അവരിപ്പം എന്താ പറയണ്ടേ, അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ട് സന്തോഷിക്കാൻ എനിക്ക് നെഗറ്റീവ് പറയാനില്ല. എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവ് ആവാൻ പറ്റുന്നത്? ആയേ പറ്റുള്ളൂ. ഇപ്പം നെഗറ്റീവ്, ഞാനും അതന്നെ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എല്ലാ ഇമോഷൻസും ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാറുണ്ട്, നെഗറ്റീവ് തിങ്സിലേക്ക് അട്രാക്റ്റഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു നെഗറ്റീവ് ഒരു ഇംപ്രഷൻ, ഇപ്പം ജിഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യം ഞാൻ പറയാൻ എനിക്ക് വളരെ സിമ്പിളാണ്. ഈ ഒരൊറ്റ ഒരു കോൺവെർസേഷൻ മാത്രം മതി. അതുകൊണ്ട് ഇല്ലാതാകുന്നത് അവന് മാത്രമായിരിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ. ഇപ്പം ജിഷൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്, ആരും ആയിക്കോട്ടെ. എൻ്റെ അച്ഛനാകാം, എൻ്റെ അമ്മയാകാം, എൻ്റെ വൈഫാകാം, എൻ്റെ കുട്ടികളാകാം. എനിക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും എനിക്ക് നെഗറ്റീവ് പറയാം, ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ അത് എന്താ പറയണ്ടേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അങ്ങറ്റം പോകുന്നത് എൻ്റെ ഭാര്യ മാത്രമേ അറിയുള്ളൂ. എനിക്ക് അവിടെ നിർത്തുന്നതാണ് എനിക്ക് താല്പര്യം, ആരെക്കുറിച്ചാണെങ്കിലും. ഈ പഴയ ഓട്ടോഗ്രാഫിലെ സാമലയിലാണ് ഇങ്ങനെ വന്ന് പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത് ക്യാരക്ടർ അല്ലേ, അത് നമുക്കൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഡയറക്ടറുണ്ട്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറ ക്രൂ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്കതിനെ എങ്ങനെ വേണോ നമുക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകാം.